നമസ്തേ. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്നലെ ഡൽഹിയിൽ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. അതായത് ലൈഫ് മിഷൻ പദ്ധതിയിലെ വീടുകൾ ബ്രാൻഡ് ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് വളരെ കുറവാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഈ ബ്രാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കൂടി ഉൾപ്പെട്ട പദ്ധതികളിൽ ആ കാര്യം സൂചിപ്പിക്കണം. ആ വീട് അങ്ങനെ അത് പ്രകാരം ആ കേന്ദ്ര ഫണ്ട് പ്രകാരം ഉണ്ടാക്കപ്പെടുന്ന ആസ്തികളിൽ ആ വസ്തുത രേഖപ്പെടുത്തണം. ഇതാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. അങ്ങനെ രേഖപ്പെടുത്താൻ പറ്റില്ല. ലൈഫ് മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അല്ല കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാദം. പക്ഷേ അതിന് കൊടുക്കുന്ന 4 ലക്ഷം രൂപയും 1.5 ലക്ഷം രൂപയും കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇക്കാര്യം ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ കൃത്യമായി പറയുന്നുണ്ട്. ഇന്നലെ വരെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ആ വെബ്സൈറ്റിൽ ഇത് പ്രത്യേകത 1.5 ലക്ഷം രൂപ 4 ലക്ഷം രൂപയിൽ ലൈഫ് മിഷനിലെ വീടുകൾക്ക് നൽകുന്ന ധനസഹായത്തിൽ 4 ലക്ഷം രൂപ ആണ് ധനസഹായമായി കൊടുക്കുന്നത്. അതിൽ 1.5 ലക്ഷം രൂപ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടാണ്. 50,000 രൂപ മാത്രമേ ഉള്ളൂ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട്. ബാക്കി 2 ലക്ഷം രൂപയെന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ടാണ്. അവർ പൈസ ഇല്ലാത്തവരത് ഹഡ്കോയിൽ നിന്നല്ലല്ലോ നബാർഡിൽ നിന്ന് ലോൺ എടുക്കും. അങ്ങനെയാണ്. നേരത്തെ ഈ ബെനിഫിഷ്യറീസ് വീട് കിട്ടുന്ന ആൾക്കാർ ഒരു ഷെയർ എടുക്കണമായിരുന്നു. അത് ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആ ഗൈഡ് ലൈൻ സംസ്ഥാന സർക്കാർ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ബെനിഫിഷ്യറീസിന് യാതൊരു ബാധ്യതയുമില്ലാതെ ആ ബാധ്യത കൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേൽ വെക്കുകയാണ് കേരള സർക്കാർ ചെയ്തത്. കേരള സർക്കാർ പണ്ടത്തെ പോലെ 50,000 രൂപയെ മാത്രമേ മുടക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് അവർക്കൊരു ക്രെഡിറ്റ് കൊടുക്കില്ല എന്ന് പറയുന്നത് എന്തൊരു അന്യായമാണ്. അതിനകത്ത് എന്ത് ലോജിക്കാണുള്ളത്? പൈസ വാങ്ങിച്ച് തങ്ങളുടെ പദ്ധതിയാണെന്ന് പറഞ്ഞ് നടപ്പിലാക്കണം. ഇതാണ് ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ അതുപോലെ ആയുഷ്മാൻ ഭാരത്, അതിനകത്ത് കാരുണ്യം കൂടെ ചേർക്കും. എന്നിട്ട് ആയുഷ്മാൻ ഭാരത് കാരുണ്യ പദ്ധതി. എന്താണിത്? ഇതൊക്കെ ഈ പരിപാടി തുടരുന്നത് കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ബ്രാൻഡിങ് വേണമെന്നുള്ള ഒരു നിബന്ധന കൂടി വെച്ചത്. ബ്രാൻഡിങ് ഇല്ലെങ്കിൽ ധനസഹായം കിട്ടത്തില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് വാങ്ങിച്ചാൽ അതിൻ്റെ ഒരു ക്രെഡിറ്റ് കേന്ദ്ര സർക്കാരിനോട് കൊടുക്കണം. എല്ലാം തങ്ങളുടെ വകയാണ് എന്ന രീതിയിൽ നടപ്പിലാക്കി പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് എന്നിട്ട് അതിൻ്റെ പേരിൽ വോട്ട് വാങ്ങുക, പൊതുജനങ്ങളുടെ കയ്യടി വാങ്ങുക, എല്ലാം ഞങ്ങളാണ് ചെയ്യുന്നതെന്ന് വരുത്തി തീർക്കുക. ഈ നയം ഒരു കാപട്യമാണ്. ഇത് നിർത്തണം. അതാണ് കേന്ദ്ര ഗവൺമെൻറ് പറയുന്ന നിർദ്ദേശിക്കുന്ന കാര്യം. അതല്ലെങ്കിൽ ഈ നയം തിരുത്തുന്നില്ലെങ്കിൽ അതിനുള്ള ഫണ്ട് കിട്ടത്തില്ല. അപ്പോൾ 1.5 ലക്ഷം രൂപയും കൂടെ സംസ്ഥാന സർക്കാർ മുടക്കട്ടെ. അങ്ങനെ വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കട്ടെ. ഇതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. ഇതാണ് ന്യായമായിട്ടും ഈ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ബ്രാൻഡ് ചെയ്യണം. ബ്രാൻഡ് ചെയ്യാതിരിക്കുന്നതിന് യാതൊരു ന്യായവുമില്ല. അതാണ് ഞാനീ പറഞ്ഞത്. ഈ കിറ്റ് കൊടുക്കുന്നു. കിറ്റിൽ അരിയും പയറും ഒക്കെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ വല്ല പപ്പടമോ പഞ്ചസാരയോ ഒക്കെ ചേർത്ത് വെച്ചിട്ട് കിറ്റ് ആര് കൊടുക്കുന്നു? സംസ്ഥാന സർക്കാർ കൊടുക്കുന്നു. ഈ കള്ളപ്പരിപാടി ഇനി ഒരുപാട് കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് അത് കേന്ദ്ര സർക്കാർ ആ കാര്യം മനസ്സിലാക്കി അതിനൊരു തിരുത്തൽ വരുത്തിയിരിക്കുകയാണ്. നന്ദി, നമസ്കാരം.